ടേസ്റ്റ്. പ്രാവിനെ അരിയിടാൻ പോവാ, അരി കൊടുക്കാൻ പോവാ നമുക്ക്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ചായയൊക്കെ കുടിച്ചു, ചോറിന് അരിയൊക്കെ ഇട്ടു, ചോറ് വേകുന്നു കേട്ടോ. അപ്പം ഒന്ന് ദോശയാണ്, റാഗി ദോശ. അതിന് പറ്റിയൊരു കറിയാണ് കേട്ടോ, ഗ്രീൻ പീസ് കറി. വളരെ എളുപ്പത്തിലൊരു ഗ്രീൻ പീസ് കറി. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉള്ളി വേണം, അപ്പോൾ നേരാക്കി എടുക്കുന്നു. എന്താ കാറ്റ്, നല്ല കാറ്റ്. തക്കാളി വേണ്ടേ? ചമ്മന്തിക്കും വേണം. പച്ചമുളക് 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 എരിവ് അറിയോ? നല്ല എരിവ്. ഇന്നലെ ഒരെണ്ണം രണ്ടെണ്ണം ഇട്ടിട്ടാണ്, നിക്ക് കളിയൊന്നുമില്ല. ഒരെണ്ണം ഇട്ടാ മതി. ഇഞ്ചി ഉണ്ടല്ലോ, നേരാക്കി എടുക്കട്ടെ. ഗ്രീൻ പീസ് കറി വെക്കാം. ഇത് ഇന്നലെ കുതിർത്തതാണ് കേട്ടോ, അല്ല ഇന്നലെ വെള്ളത്തിലിട്ടതാണ്. ഇതിക്ക് ഒരു സവാള വലുത്, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ, ഒരു കളർ, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 വിസിൽ വരട്ടെ. ഗ്രീൻ പീസ് വന്താ നോക്കാം. നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് താളിച്ചെടുക്കാം. പാനൊന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ. കുറച്ച് കടുക്, രണ്ട് വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, ഇത് നന്നായി മൂത്ത് വരണം. ഉള്ളി നന്നായി മൂത്ത് വന്ന് ഇനി നമ്മുടെ ഗ്രീൻ പീസ് കൊട്ടി കൊടുക്കട്ടെ. നല്ല കളറില്ലേ, നല്ല മണം. കറി റെഡി ആയിട്ടാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. നമുക്ക് തക്കാളി ചമ്മന്തി അരയ്ക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി, 4 ഉണക്കമുളക്, ഒരു സവാള, ഒരു തക്കാളി, അരച്ചിട്ട് വരാട്ടോ. ചമ്മന്തി അരച്ചിട്ട് വന്നിട്ടോ. നല്ല കളറ്, എരിവില്ലാത്ത മുളകാണ്, കാശ്മീരി മുളക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. താളിക്കാട്ടെ. ഇനി ചൂടാവട്ടെ വെളിച്ചെണ്ണ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില,
നമ്മുടെ ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. വേഗം പോകാതെ മൊത്തം പോകാം. കുറച്ച് ജാറ് കഴുകിട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് കായപ്പൊടി ഇട്ടോ. ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടാ. ഈ ദോശ ചുട്ടെടുക്കാം. ദോശ ഉണ്ടാക്കാം. റാഗി ദോശയാണ് കേട്ടോ. റാഗി ദോശ. നൈസ് നൈസ്. നടുക്കിൽ നൈസായില്ല. മൊരിയട്ടത്. ദോശ മറച്ചിട്ട് കൊടുക്കാം. കഴിക്കി മൊരിച്ചെടുക്കണ്ട ദോശ. പാത്രത്തിലാ കഴിച്ചു. ആദ്യം കഴിച്ചു എന്നിട്ട് ആക്കിത്തരാം. ആദ്യം കഴിച്ചു. മോരിയട്ടെ. ഏട്ടൻ കഴിച്ചോ? ഇതാ. ഓ നല്ല ചൂട്. ഇതാ. ഉണ്ടാക്കട്ടെ. അടിപൊളി ഗ്രീൻപീസ് കറി. ഗ്രീൻപീസ് കറി അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാക്കട്ടോ. ചീഞ്ചട്ടിയോടെ പൊരിക്കും. നല്ല തക്കാളി ചമ്മന്തി. എന്താ കളർ കണ്ട? രണ്ടാം കൂടി പോയിരുന്നിട്ടാണ്. ഒരാൾ പണിക്ക് പോകാൻ, ഒരാൾ സ്കൂളിൽ പോകാൻ. രണ്ടാളുടെ മേച്ചാണല്ലോ യൂണിഫോം. എങ്ങനെയുണ്ട് ഗ്രീൻ പീസ് കറി? ഉണ്ണി പറയും കറക്റ്റായിട്ട്. ഏട്ടാ എങ്ങനെയുണ്ട് ഗ്രീൻ പീസ് കറി? ഇങ്ങനെ വെക്കാത്തരൊന്ന് വെച്ച് നോക്കേട്ടാ. വെക്കും എല്ലാവരും. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.